ഇവിടെ 3 ബാഗുകൾ, ഗിഫ്റ്റ് ഒന്നുമല്ല, വിഷുവായിട്ട് ഗിഫ്റ്റ് ആണെന്ന് കരുതണ്ട, ഒരു മെന്റലിസത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പേപ്പർ ബാഗുകളാണ്. 3 എണ്ണം ഉണ്ട്. ഈ 3 പേപ്പർ ബാഗിൽ ABC എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ABC. ഇത് സ്റ്റേജിൽ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് വരെ ഞാൻ അവതരിപ്പിച്ചിരുന്ന ഒരു ആക്ട് തന്നെയാണ്. സോ എന്തായാലും ഇന്ന് നമ്മുടെ കൗമുദി ചാനലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കിതൊന്ന് അവതരിപ്പിക്കാം. എന്താണ് ABC? അതിലേക്ക് നോക്കാം. ABC കാണാൻ സാധിക്കുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി എൻ്റെ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാമോ? ഈ കയ്യിൽ, ആ കയ്യിലൊന്ന് പിടിക്കാം. ഓക്കെ, അതിലേക്ക് മാറി മാറി നോക്കാം. ABC. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ജീവേഷിന് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ബാഗ് ജീവേഷിന് സെലക്ട് ചെയ്യാം. ആ ബാഗ് നമ്മൾ എന്തായാലും സെലക്ട് ചെയ്യുന്ന ബാഗ് ഞാൻ സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. ABC ഉണ്ടല്ലേ? അതിലേക്ക് 3ലേക്ക് മാറി മാറി നോക്കാം. അതിലേതെങ്കിലും ഒരു ബാഗ് ജീവേഷിന് ഇപ്പോൾ മനസ്സിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഏത് ബാഗാണെന്നുള്ളത് ജീവേഷിന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ആ ബാഗ് ഞാൻ എടുത്ത്, അത് പറഞ്ഞു കഴിയുമ്പോൾ ആ ബാഗ് എടുത്ത് ഞാൻ സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. സ്വാഭാവികമായിട്ടും ബാക്കി 2 എണ്ണം നമ്മൾ റിജക്ട് ചെയ്യും. ശരിയാണല്ലോ? അങ്ങനെ തന്നെയാണല്ലോ? ഓക്കെ. ഏത് ബാഗാണ്? ABCയിൽ ഏതാണ് വേണ്ടത്? C ആണ് വേണ്ടത്. ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്യാം. അതല്ല C ആയിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ C ആയിട്ട് മുമ്പോട്ട് പോകാം. C തന്നെ മതി. ഉറച്ച തീരുമാനമാണ് സാർ. ഞാനപ്പോൾ C എടുത്ത് ഞാൻ സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ സാർ, ഇത് നമുക്കിത് അവസാനം നമുക്ക് നോക്കാം. സാർ ഇത് കയ്യിൽ ഹോൾഡ് ചെയ്തോളൂ. നമുക്ക് പെർഫോമൻസിൻ്റെ അവസാനം അതെന്താണെന്ന് നോക്കാം. അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. ഓക്കെ സാർ. അപ്പോൾ Aയും Bയും റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ശരിയല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കാം. റിജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിത് മുകളിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് വളരെ ഫോഴ്സിൽ അതിങ്ങനെ താഴേക്ക് പ്രസ് ചെയ്തുകൊണ്ട് അത് റിജക്റ്റ് ചെയ്ത് കളയാം. റെഡിയാണോ? റെഡിയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓക്കെ, റെഡിയാണല്ലോ? സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ജസ്റ്റ് കൈ ഇങ്ങനെ മുകളിൽ പിടിക്കാം. കൈ മുകളിൽ പിടിക്കാം. ശക്തിയായിട്ട് മുകളിൽ ഇങ്ങനെ പിടിക്കാം. ഞാൻ 1 2 3 എന്ന് പറയുന്ന സമയത്ത് ഫോഴ്സ് ചെയ്ത് അത് റിജക്റ്റ് ചെയ്ത് കളയാം. റെഡിയാണല്ലോ? 1 2 3. റിജക്റ്റ് ചെയ്തല്ലോ? ഓക്കെ, അപ്പോൾ അത് മാറ്റി. ഇനി B ആണ്. Bയും റിജക്റ്റ് ചെയ്യണം. മുകളിൽ കൈ വെക്കാം. ഓക്കെ, 1 2 3. ഓ, ഇത്ര ഫോഴ്സിലേക്കാണ് റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ Aയും Bയും ആണ് റിജക്റ്റ് ചെയ്തത് അല്ലേ? അല്ലേ? C സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ ഭാഗത്തുനിന്നുള്ള ഫോഴ്സിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. താങ്കളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സെലക്ട് ചെയ്തത്. ബട്ട് എൻ്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു സെലക്ഷനിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫോഴ്സ് ചെയ്തില്ല ഞാൻ, ബട്ട് ഒരു ഇൻഫ്ലുവൻസ് ആ സെലക്ഷനിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ കൈ പിടിച്ചപ്പോ എനിക്ക് തോന്നി ഞാൻ C എടുത്തു. ഞാൻ Aയും Bയും വേണ്ട, C മതി. ഓക്കെ, C ആണ് റിജക്റ്റ് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന് വല്ല ധാരണയുണ്ടോ? C ഇതേ രീതിയിൽ റിജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, C സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. ഞാൻ അപ്പോഴും ചോദിച്ചു, സെലക്ഷൻ ആണല്ലോ, മറ്റേത് റിജക്റ്റ് ചെയ്യാണല്ലോ എന്ന് തന്നെ ഞാൻ ചോദിച്ചിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ C ആണ് ഇതേ രീതിയിൽ റിജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്യാം സാർ. പൈസയാണോ? എടുക്കാം സാർ. അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. എന്റെ കൈ അത് ഭയങ്കര സാറിന് വളരെ ഇഷ്ടപ്പെട്ടു. സാർ നിങ്ങൾ ഇവിടെ നിന്ന് ഷോ ക്യാൻസൽ ചെയ്ത് പറഞ്ഞ മൈ ഗോഡ്, കുറച്ച് ദയ, താങ്കളോട് കുറച്ച് ദയ കാണിച്ചു എന്ന് കരുതിയാ മതി. അല്ല ഞാൻ C എടുത്തില്ലായിരുന്നെങ്കിൽ അല്ല, C എടുപ്പിക്കുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ ജോലി അല്ലേ? അടിപൊളി, സൂപ്പർ. സാറിനൂടെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആളുകളും രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ജേക്കബ് തോമസ് മാത്രമേ വന്നുള്ളൂ. TP സെൻകുമാർ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ സാറിന് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല? നമ്മൾ 60 വർഷം നമ്മൾ നന്നായിട്ട് ജോലി ചെയ്തു. നമുക്ക് ഒരു പെൻഷനുണ്ട്. 1 ലക്ഷം പെൻഷൻ കുറച്ചേ ഉള്ളൂ, 90,000 എത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഒരു കൈ നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയം നോക്കിക്കളയാൻ പറഞ്ഞിട്ട് ഏത് സീറ്റിൽ നിന്ന് നമ്മൾ പോയി ചിലപ്പോൾ നമ്മൾ കുറച്ച് അവരോട് റിക്വസ്റ്റ് ചെയ്താലൊക്കെ ചിലപ്പോൾ ഇയാൾ കൊടുത്തോട്ടേന്ന് പറഞ്ഞിട്ട്
ആ സീറ്റിന് വേണ്ടി അവിടെ ആയിരിക്കും ആ പാർട്ടീൻ്റെ ഒരാൾ കഴിഞ്ഞ 20 വർഷമായിട്ട് 30 വർഷമായിട്ട് അവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുക ഇല്ലേ. ഇയാൾ നേരത്തെ മേ ബി ഹി മൈറ്റ് ബി ഒരു ചെറിയ ഒരു പാർട്ടിയുടെ അംഗമായി, ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു കോർപ്പറേറ്ററായി കാണാം, ഇല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ അംഗമായി കാണാം. പിന്നെ MLA വേണ്ടി സീറ്റ് കിട്ടുകയായിരിക്കും, ചിലപ്പോൾ തോൽക്കുകയായിരിക്കും. അപ്പോൾ അവരൊക്കെ അവിടെ 5-6 ആളവിടെ ഉണ്ട്. അതിലടക്കെ നമ്മളവിടെ പോയി പറയുന്നതാണെങ്കിൽ ദാറ്റ്സ് നോട്ട് കറക്റ്റ്. സിനിമാ നടന്മാർ ഈ രാഷ്ട്രീയത്തിലേക്ക് വരും, അത് വലിയൊരു ചോദ്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ തൃശ്ശൂർ മത്സരിക്കുന്നുണ്ട്, സുരേഷ് ഗോപി സാർ. ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഇതൊക്കെ സാർ ചെയ്യുകയാണെങ്കിൽ ശരി, പക്ഷേ ഈ ബഹളത്തിൽ സാറിന് കുറേ സിനിമകൾ ഞങ്ങളെ കാണേണ്ടതായിരുന്നു, അത് ഇല്ലാതെ ആയിപ്പോയി. അത് ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളിത് സിനിമവും കിട്ടുന്നില്ല, ഇത് എപ്പോഴും വരുമോ. കൃഷ്ണകുമാർ ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് ഈ സീറ്റിൻ്റെ കൊല്ലം തന്നെയാണല്ലോ അദ്ദേഹം, അല്ലേ? അതെ. ഐ നോ ഹിം ഫോർ മെനി ഇയേഴ്സ്. അദ്ദേഹത്തിന് 4 പെൺകുട്ടികളാണ്, എല്ലാം ഇപ്പോൾ TV സിനിമയിലോ. റിട്ടയർമെന്റിന് ശേഷം തിരഞ്ഞെടുത്ത ഒരു റോളുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, മകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി, അല്ലേ? അത് നന്നായിട്ട് എന്നെ നോക്കി ശ്രീനിവാസൻ സാറാണ് ഏർപ്പാട് ചെയ്ത് കൊടുത്തത്, ആക്ടർ. അത് സുഖമില്ലാത്ത മുമ്പ് ഞാൻ ആദ്യം തിരക്കേണ്ടത്. സാർ ആദ്യമായിട്ട് സിനിമ ഇത്രയും വർഷം കണ്ടിട്ട് എനിക്ക് സഹസംവിധായകനാകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എനിക്ക് സിനിമ കാണാൻ, എനിക്ക് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. So once I discussed with Mr. Mohanlal, he said that is a good decision. അത് പണ്ട്. പക്ഷേ സാർ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ സാർ അത് പഠിച്ചാൽ സാറിൻ്റെ കാര്യം അല്പമായി പോകും. കാരണം ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ഡയറക്ടർ ഒന്നുമില്ലെങ്കിൽ മിക്കവാറും 90% ആളുകൾ അവർ സ്വന്തം സ്ക്രിപ്റ്റായിട്ടാണ് അവർ പോകുന്നത്. സ്റ്റോറി ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റായിട്ട് പോയാലേ അവരെ ആരും നോക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് സിനിമ മാത്രം സംവിധാനത്തിന് വേണ്ടി തന്നാൽ മതി, ആ കാലം പോയി. അങ്ങനെ പണ്ടായിരുന്നു. അപ്പോൾ ഒരു കഥ സാറിൻ്റെ മനസ്സിലുണ്ട്, സിനിമ ഉടനെ ആകും. 4 കഥ റിട്ടൺ, എല്ലാം എൻ്റെ കയ്യിലുമുണ്ട്. മൈ ഗോഡ്. അപ്പോൾ അത് സംഭവിക്കട്ടെ, നോക്കാം. ഇപ്പോൾ മെന്റലിസത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഒരു ഹിപ്നോട്ടിക് എഫക്റ്റ് ആളുകൾ ആവശ്യപ്പെടാറുണ്ട്. ബ്രെയിനൊന്ന് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സാറിനെ വെച്ചിട്ട് ഇപ്പോൾ എന്തായാലും എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം സാറിന് സജഷൻ കൊടുത്തവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജീവേഷിനെ തന്നെ ഒന്ന് പരീക്ഷിക്കുക, അല്ലേ സാറേ? സാറ് ഇതിൽ ഓഡിയനായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം ജീവേഷ്. ഞാൻ അങ്ങോട്ടിരിക്കാം. ഓക്കെ, എനിക്ക് ധൈര്യമുണ്ട്. ഇല്ല, അത് ചെറിയൊരു പ്രേക്ഷകർക്കും കൂടെ എന്താണ് ഈ ഒരു ഹിപ്നോട്ടിസം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രം. ഓക്കെ, ഈ കൈ ഒന്ന് ഇങ്ങനെ പിടിക്കാം, ഈ കൈ ഒന്ന് ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ഈ മാർക്കർ പെൻ ഞാൻ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ കൈ ഉപയോഗിച്ച് ഈ 2 ഫിംഗർ ഉപയോഗിച്ച് ഒന്ന് എടുക്കാൻ ശ്രമിക്കും. എടുത്തോളൂ. എടുത്തു. വേറെ പ്രോബ്ലവും കാര്യങ്ങളൊന്നുമില്ല. വളരെ വെയിറ്റ്ലെസ് ആണ്, അല്ലേ? അധികം വെയിറ്റ് ഒന്നുമില്ല. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്, അല്ലേ? ഒരിക്കൽ കൂടെ ഒന്ന് എടുക്കാൻ. എടുത്തോളൂ. പേടിക്കണ്ട, അപ്പൊ പിന്നെ എന്തായാലും വർക്കൗട്ട് ആവും. ഓക്കെ, ഇനി ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിക്കുക. റിലാക്സ് ചെയ്ത് നേരെ ഇരുന്നോളൂ കേട്ടോ. ഓക്കെ, വേറെ ഒന്നുമില്ല. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. On the count of 3, please close your eyes. 1, 2, 3, close your eyes. ഇനി എൻ്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ യാതൊരു കാരണവശാലും കണ്ണ് തുറക്കരുത്. ഇനി ഞാനിവിടെ പറയുന്ന കാര്യം, ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും, അത് ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് തരാം. അത് കൃത്യമായിട്ട് ബ്രെയിനിൽ ഇമാജിനേഷൻ നടത്തുക. വേറെ ഒന്നുമില്ല. ഞാൻ അവിടെ നിന്നൊരു സൂപ്പർ ഗ്ലൂ എടുത്തു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗമ്മാണ്. ഈ ഗം ഉപയോഗിച്ച് ഞാൻ ഈ പെൻ ജസ്റ്റ് ഒന്ന് മാർക്കർ പെൻ ഒന്ന് മാറ്റിയതിന് ശേഷം അവിടെ കയ്യിൽ ഞാനിത് ആ ഒരു സൂപ്പർ ഗ്ലൂ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇമാജിനേഷൻ കൃത്യമായിട്ട് നടത്തുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു മാർക്കർ പെൻ അതിന് മുകളിൽ വെച്ച് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കുകയാണ്. ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ മാർക്കർ പെൻ കയ്യിൽ ഒട്ടിയിരിക്കുകയാണ്. ഇനി എത്ര ശ്രമിച്ചാലും ഇത് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അത്രയും സ്ട്രോങ് ആണ്, അത്രയും ടൈറ്ററാണ്, അത്രയും സ്ട്രോങ് ആണ്, അത്രയും ടൈറ്ററാണ്. ടൈറ്റർ. ഇനി എത്ര ശ്രമിച്ചാലും ഈ ഒരു പെന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഇൻസ്ട്രക്ഷൻ തരുന്നത് അനുസരിച്ച് മാത്രമാണ് ജീവേഷിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിനി കണ്ണ് തുറക്കാൻ പറഞ്ഞാലും ജീവേഷ് ഇത് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവേഷിന് ഒരിക്കലും ഇത് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓൺ ദ കൗണ്ട് ഓഫ് 3, പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. 1, 2, 3, ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, ഇനി മെല്ലെ ഈ കൈ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് എടുക്കാനും ശ്രമിച്ച്.
മെല്ലെ ഒന്ന് എടുക്കാൻ ശ്രമിച്ചു, പിടിച്ചോ, ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടൊന്നും എടുക്കാൻ ശ്രമിച്ചു, പറ്റില്ല, എടുക്കാനായിട്ട് സാധിക്കില്ല, എടുക്കാനായിട്ട് സാധിക്കില്ല, എടുക്കാനായിട്ട് സാധിക്കില്ല, എടുക്കാനായിട്ട് സാധിക്കില്ല, എടുക്കാനായിട്ട് സാധിക്കില്ല. അത്രയും ടൈറ്ററാണ്, അത്രയും ടൈറ്ററാണ്, അത്രയും ടൈറ്ററാണ്, അത്രയും ടൈറ്ററാണ്. ഓക്കെ, ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്, റിലീസ്, കൈ റിലീസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു റിമൂവർ ഉപയോഗിച്ച് ആ ഒരു പെന്നിൻ്റെ സൈഡിൽ നിന്നും ആ ഒരു ഗമ്മ് റിമൂവ് ചെയ്യുകയാണ്, റിമൂവ് ചെയ്യുകയാണ്, റിമൂവ് ചെയ്യുകയാണ്, റിമൂവ് ചെയ്യുകയാണ്. ഇനി കണ്ണ് തുറന്നതിന് ശേഷം വളരെ ഫ്രീ ആയിട്ട് അത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്, വളരെ ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനിയൊന്ന് മെല്ലെ ഒന്ന് എടുക്കാനായിട്ട് ശ്രമിച്ച്, മെല്ലെ ഒന്ന് എടുക്കാനായിട്ട് ശ്രമിച്ച്, പറ്റും, എടുത്തോളൂ. നേരത്തെ എന്താ തോന്നിയപ്പോൾ? എന്തിവിടെ പിടിച്ചു വെച്ചേക്കുന്ന പോലെ അവിടെ ഒട്ടിച്ച് മീൻസ് നമ്മളിങ്ങനെ നല്ല ഫീൽ കിട്ടിയോ? നല്ല ഫീൽ കിട്ടി. സാർ ഇത് വേണ്ട, നമുക്ക് പേടിയാണ്. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു എഫക്റ്റ് കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ചെറിയൊരു എഫക്റ്റ് കൂടെ. സൂപ്പർ. ഓക്കെ, ഇനി കൈയൊന്നും ഇങ്ങനെ ഒന്ന് പിടിക്കാമോ? കൈയൊന്നും ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ഇങ്ങനെ നേരത്തെ പിടിക്കാം. ഇന്നത്തെ ഞാനാണല്ലേ? ഇല്ല, വേറെ ഒന്നുമില്ല. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കാം, കൈ ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ഇനി എൻ്റെ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിക്കുക. ഓക്കെ, on the count of 3, please close your eyes. 1, 2, 3, close your eyes. Okay, take a deep breath in, breathe out, breathe in, breathe out. Okay, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക. വലിയൊരു അയൺ റാഡ് ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാണ്, ഒരു അയൺ റാഡ് ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. ഇവിടെ ടൈറ്റ് ചെയ്തു, ടൈറ്റർ. അതുപോലെ തന്നെ ഇപ്പുറത്തെ കയ്യിലും ഞാൻ ഒരു അയൺ റാഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്, ഇവിടെയും ടൈറ്റ് ചെയ്യാണ്, ടൈറ്റർ. ഇനി എത്ര ശ്രമിച്ചാലും കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഒരിക്കലും കൈ ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എൻ്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഒരിക്കലും കൈ ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. On the count of 3, please open your eyes. 1, 2, 3, open your eyes. Okay, ഇനി മെല്ലെ കൈ ഒന്ന് ബെൻഡ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചേ, മെല്ലെ കൈ ഒന്ന് ബെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ഒരിക്കലും സാധിക്കില്ല. മെല്ലെ ഒന്ന് ബെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കൂടുതൽ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും, കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, റിലാക്സ്. ഓക്കെ, അയൺ റാഡ് ഞാൻ അവിടുന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുന്ന് സ്ക്രൂ ഞാൻ റിമൂവ് ചെയ്തു. ഇവിടുന്ന് അയൺ റാഡ് ഞാൻ എടുത്ത് മാറ്റി. ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നു. ഇവിടുന്ന് അയൺ റാഡ് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇനി കണ്ണ് തുറന്നതിന് ശേഷവും വളരെ ഫ്രീ ആയിട്ട്, വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ കൈ ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓൺ ദ കൗണ്ട് ഓഫ് 3, പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. 1, 2, 3, ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, ഇനി ഒന്ന് മെല്ലെ ഒന്ന് ശ്രമിച്ച്, കുഴപ്പമില്ല. എന്താണ് ആ ഫീൽ കിട്ടിയത് ശരിക്കും? അയ്യോ, കമ്പിപ്പാര എടുത്തില്ല സാർ. ഇത് എന്താണ് ഫീൽ, എന്താണ് കിട്ടിയത്? പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാൻ വന്നു. നമ്മള് ഇപ്പൊ ചേട്ടൻ പറയുന്ന പോലെ ഞാനങ്ങ് ഇത് ചെയ്തു, അവിടെ റാഡ് വെച്ചു. പക്ഷെ റാഡ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ദേഹത്ത് റാഡ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ കെട്ടി വെച്ച പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഈ റാഡ് കാരണം നമുക്ക് മടക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഇത് തന്നെയായിരുന്നു മുമ്പ് സ്കെച്ച് ചെയ്ത സമയത്ത്. അല്ല, നമ്മളിത് സജഷൻ കൊടുക്കുന്ന സമയത്ത്, ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതേ രീതിയിൽ ഇമാജിനേഷൻ നടത്തുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ബ്രെയിനൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കുന്ന മാത്രമാണ്. വളരെ കുറച്ച് സെക്കൻഡ് ടൈമിലേക്ക് മാത്രം ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രിക്കാണത്. സൂപ്പർ, സൂപ്പർ. സാറ് ബോംബെ രവി സാറിനെ കണ്ടുമുട്ടിയ രംഗവും അതുപോലെ തന്നെ മറ്റേ നഖശതങ്ങളുടെ ഷൂട്ടിങ്ങിന്റെ ആ സമയത്ത് കമ്പോസിങ് സമയത്ത് സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആരെയും ഭാവഗായകനാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോംബെ രവി സാർ. പക്ഷെ സാറ് ഈ ആക്ടേഴ്സിനെ, എനിക്ക് തോന്നുന്നു സാർ CBI ഉണ്ടായിരുന്നു ബോംബെയിലായ സമയത്ത്. അന്ന് സമയത്ത് സാറ് കുറേ സിനിമാ രംഗവുമായിട്ട് ബോളിവുഡുമായിട്ട് കുറച്ച് കണക്ഷൻസ് വന്നിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട 3 ആളെ എനിക്ക് കാണാൻ സാധിച്ചു. രാജേഷ് ഖന്ന, ബോംബെ രവി, പിന്നെ ആനന്ദ്ജി. കല്യാൺജി നേരത്തെ മരിച്ചു പോയി. പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ബോംബെ രവി ഒന്ന് ഇവിടെ പറയാൻ യേശുദാസ് സാറും KS ചിത്രയും പിന്നെ ONV സാറും അവർ പിന്നെ ഹരിഹരൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത്. അതെ. ഇപ്പൊ SPG നിൽക്കുമ്പോൾ ആദ്യം പാടുന്നത് അല്ലേ? SPG സമയത്താണ് പാടുന്നത് ആദ്യം. ചന്ദനല്ലേ സുഖം. അത് അപ്പോൾ ഹരിഹരൻ സാറിൻ്റെ കൂടെ ഒരു പയ്യൻ മുറിയിൽ കയറിയത്, ഹൂ ഈസ് ദിസ് ബോയ്, അദ്ദേഹം എന്നോട് പറഞ്ഞു. പുള്ളി ചോദിക്കുകയാണ്. അപ്പോൾ ഹരിഹരൻ പറയുകയാണ്, ഈസ് കാലിക്കറ്റ് കളക്ടർ മിസ്റ്റർ ജയകുമാർ. അദ്ദേഹം പാട്ട് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. വുഡ് യു അക്സെപ്റ്റ് ഇറ്റ്? അപ്പോൾ പുള്ളി പറയുന്നതിന് ഹീ എഴുതുന്നു ഒരു വാക്കും മലയാളത്തിലായിരിക്കില്ല. വൈ നോട്ട്? അപ്പോൾ ഈ പാട്ടും പിന്നെ ഇന്ദുലേഖ കണ്ണ തുറന്നു, ദീസ് ആർ റിട്ടൺ ബൈ മിസ്റ്റർ ജയകുമാർ സർ.
എടുത്തു. ജയകുമാർ സാർ വേറൊരു പ്രതിഭാതരനാണ് സാഹിത്യത്തിലെ. അപ്പോൾ സാറ് നമുക്ക് എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്കായി ചെലവഴിച്ചു. വളരെ മനോഹരമായിട്ട് എനിക്കൊരു ഇന്റർവ്യൂ പോലൊന്നും നല്ലത് തോന്നി. നമ്മൾ കുറച്ചു നേരം 2-3 പേര് സംസാരിക്കുന്നതായിട്ട് തോന്നി വാസിൽക്ക്. അപ്പം സാർ, അപ്പം ഞങ്ങൾക്കൊരു പാട്ട് പാടി തരാം. അതിനു മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു വിഷു ആശംസ ഞങ്ങളുടെ കൗമുദി ടിവിയുടെ പ്രേക്ഷകരോട്. എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ. ഒരു പാട്ട് നമ്മൾ പാട്ടോടുകൂടി. ചന്ദനലേപ്പ് സുഗന്ധം ചൂടിയ താരോ കാട്ടോ കാമിനിയോ, ചന്ദനലേപ്പ് സുഗന്ധം ചൂടിയ താരോ കാട്ടോ കാമിനിയോ. എല്ലാവിധ ആശംസകളും നേർന്നു അങ്ങയുടെ വ്യക്തി ജീവിതത്തിലും ഇനി അങ്ങോട്ട് അങ്ങ് സ്വപ്നം കാണുന്ന സിനിമാ ജീവിതമാണെങ്കിലും സാഹിത്യ ജീവിതമാണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി വിഷുദിന ആശംസകൾ. ഫാസിൽക്ക, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദ പാർട്ട് ഓഫ് അവർ പ്രോഗ്രാം. താങ്ക് യു. അപ്പം നമ്മുടെ വിഷു എല്ലാവർക്കും കൈനീട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ. നന്ദി, നമസ്കാരം.